കൂട്ടുകാരെ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഘർ പേड़ और तारे की याद എന്ന ലെസന്റെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. अपने घर वापस पहुंचने के लिए भाई बहन किन किन निशानों की याद करते हैं? കഹാനി സെ ढूंढ कर लिखें. വീട്ടിലേക്ക് തിരിച്ചെത്താൻ വേണ്ടിയിട്ട് ചേട്ടനും അനിയത്തിയും ഏതൊക്കെ അടയാളങ്ങളാണ് ഓർക്കുന്നത്? കഥയിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സനോബറിൻ്റെ മരത്തിനെ പറ്റിയിട്ടും അതിൽ നിന്ന് പാടുന്ന കിളികളെ പറ്റിയിട്ടും ആ മരത്തിൻ്റെ ചില്ലകൾക്കിടയിലൂടെ കാണാൻ പറ്റുന്ന നക്ഷത്രത്തെ പറ്റിയും അവർ ഓർക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് സെൻറ്റൻസ് ആക്കി എഴുതാം. ഭായ് ബഹൻ സനോബർ കെ പേड़ उस पर बैठकर गाने वाले पक्षी और तारे की याद करते हैं. അടുത്ത ആക്ടിവിറ്റി നോക്കാം. भाई बहन को घर पहुंचाने में कईयों ने अपनी भूमिका निभाई है. ऐसे प्रसंग कहानी से चुनकर लिखें. ചേട്ടനും അനിയത്തിയും വീടെത്താനായിട്ട് കുറേ പേര് അവരെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് കഥയിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതാനാണ് അവർ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഗീത് ഗാനെ വാലെ ദോ ചോട്ടെ പക്ഷിയോനെ രാസ്ത ദിഖായ. പാട്ട് പാടുന്ന രണ്ട് കിളികൾ അവർക്ക് വഴി കാണിച്ചു കൊടുത്തു. രാത് മേ ചാന്ദ് കി റോഷ്നിനെ ഉൻഹെ രാസ്ത ദിഖായ. രാത്രിയായപ്പോൾ ചന്ദ്രന്റെ വെളിച്ചത്തിലാണല്ലോ അവർക്ക് വഴിയൊക്കെ കണ്ടത്. അപ്പോൾ അത് നമുക്കിതിൽ എഴുതാം. അടുത്തത് ചൗരാഹെ മേ ദോ ചോട്ടെ പക്ഷിയോനെ ഉൻഹെ സഹി രാസ്ത ദിഖായ. അതായത് നാൽക്കവലയിൽ ആ രണ്ട് പക്ഷികൾ അവർക്ക് കറക്റ്റായിട്ടുള്ള വഴി പറഞ്ഞു കൊടുത്തു. അടുത്തത് ഫാം ഹൗസ് കി ലഡ്കി സെ അപ്നി മാ ബാപ് കി ഭാഷ സുനി. ഫാം ഹൗസിൽ കണ്ട ആ പെൺകുട്ടി സംസാരിച്ച ഭാഷ തൻ്റെ അച്ഛനമ്മയുടെയും ഭാഷയെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവർക്ക് മനസ്സിലായി അവരവരെ രാജ്യത്തെത്തിയെന്ന്. അപ്പം അതും ഒരു സഹായമാണ് അല്ലേ, ആ ഭാഷ കേൾക്കുന്നത്. അപ്പം അതും എഴുതാം. അടുത്തത് ലഡ്കി കി മാനെ ഉൻഹെ ഭർ പേട്ട് ഭോജൻ ദിയ. ആ പെൺകുട്ടിയുടെ അമ്മ അവർക്ക് വയറ് നിറച്ച് ഭക്ഷണം കൊടുത്തു. അതും ഒരു സഹായമാണ് അവർക്ക് വേണ്ടി ചെയ്തത്. അടുത്ത ആക്ടിവിറ്റി നോക്കാം. സഹി മിലാൻ കരെ. മാച്ച് ദ ഫോളോയിങ് ആണ്. ആദ്യം ക്യാരക്ടറിന്റെ പേര് കൊടുത്തിട്ടുണ്ട്. പാത്രം എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ എന്നാണ് അർത്ഥം. രണ്ടാമത്തെ ബോക്സിൽ കഥൻ എന്ന് കൊടുത്തിട്ടുണ്ട്. ഡയലോഗ് എന്നാണ് അർത്ഥം. അവർ പറഞ്ഞിരിക്കുന്ന സേയിങ്സ് അല്ലെങ്കിൽ അവരുടെ ഡയലോഗ്സ്. അടുത്തത് മനോഭാവ്, അവരുടെ മനോഭാവമാണ്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം ഭായി എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞിട്ടുള്ള ഡയലോഗുമായിട്ട് ആദ്യം മാച്ച് ചെയ്യണം. അത് ഏതാണിതിൽ? അബ് ഹമേ അപ്നാ ഘർ മിൽ ഗയാ ഹെ ഹമാരി ബട്കൻ ഖത്മ ഹോ ഗയി ഹെ. ഇതാണ് ഭായി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുമായിട്ട് മാച്ച് ചെയ്യണം. പിന്നെ ആ സമയത്തുണ്ടായിരുന്ന ഈ ഭായിൻ്റെ മനോഭാവം ഏതാണെന്ന് മാച്ച് ചെയ്യണം. സഫൽത പർ ഖുഷിയാണ് ഉള്ളത്. അപ്പോൾ അതുമായിട്ട് മാച്ച് ചെയ്യണം. അടുത്തത് അഭിഭാവക് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രക്ഷിതാക്കൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഘർ ലോട്ടെ ഹുയെ തും മുസീബത്ത് മേ ഹി പടോഗെ എന്നാണ്. ഈ സമയത്തുള്ള മനോഭാവ് ഭായ് ബഹൻ കെ ഭവിഷ്യ പർ ആശങ്ക. ഈ ചേട്ടനും അനിയത്തിക്കും ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ള കാര്യത്തിൽ ആശങ്കയുള്ളത് കൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് അല്ലേ. വീട്ടിലേക്ക് പോണ വഴിക്ക് നിങ്ങൾക്ക് കുറേ അപകടങ്ങൾ പറ്റാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞത് ആശങ്കയുള്ളത് കൊണ്ടാണ്. അപ്പോൾ അതുമായിട്ട് മാച്ച് ചെയ്യണം. അടുത്തത് ബഹൻ ആണ്. ബഹൻ പറഞ്ഞിട്ടുള്ളത് ഭായ് ഹം ഖടി പഹാഡിയോ പർ कैसे പहुंचेंगे. ഇങ്ങനെയാണ് മലയൊക്കെ കയറുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ കുട്ടിയുടെ മനോഭാവ് രാസ്തേക്ക് ബാധാവോ കാ ഡർ ആണ്. ഒബ്സ്റ്റക്കിൾസ് മറികടക്കാനുള്ള പേടിയാണ് കുട്ടിക്കുള്ളത്. അപ്പോൾ ഈ കുട്ടിയുടെ മനോഭാവം അതാണ്. അടുത്തത് മാ എന്ന് കൊടുത്തിട്ടുണ്ട്. മാ പറഞ്ഞത് മുझे പതാ था कि आज कोई अच्छी बात होने वाली है. എനിക്കറിയായിരുന്നു ഇന്ന് എന്തെങ്കിലും നല്ല കാര്യം നടക്കുമെന്ന് എനിക്കറിയായിരുന്നു എന്ന് അമ്മ പറയുന്നുണ്ട്. അപ്പോൾ അമ്മയുടെ മനോഭാവം ജീവൻ മേ ഖുഷിക്ക് ലോട്ട് ആനേക്ക് പ്രതീക്ഷയാണ് അല്ലേ. ജീവിതത്തിൽ സന്തോഷങ്ങൾ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയാണ് അമ്മയ്ക്കുണ്ടായിരുന്നത്. അപ്പോൾ ഈ രീതിയിൽ മാച്ച് ചെയ്യണം. എന്നിട്ട് സെൻറ്റൻസ് ആക്കി എഴുതണം. താഴെ ഒരു എക്സാമ്പിൾ കൊടുത്തു. ഭായ് പറയുന്നതാണ് अब हमें अपना घर मिल गया है हमारी बटकन खत्म हो गई है. സഫലത പർ ഖുഷിയാണ്. അപ്പോൾ ഇതുപോലെ ഹൈഫൺ ഇട്ടിട്ട് സെൻറ്റൻസ് ആക്കി എഴുതണം. അടുത്തത് ചരിത്ര പർ ടിപ്പണി. ക്യാരക്ടർ സ്കെച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇസ് കഹാനി കാ കൗൻ സാ പാത്ര ആപ്കോ അധിക് പസന്ത് ആയ. ഈ കഥയുടെ ഏത് കഥാപാത്രമാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? ക്യോ, എന്തുകൊണ്ട്? എനിക്ക് ഈ കഹാനിത്തെ ആ ചേട്ടൻ്റെ കഥാപാത്രമാണ് ഇഷ്ടപ്പെട്ടത്. അപ്പം ഞാൻ എഴുതിയിട്ടുള്ളത് इस कहानी का भाई मुझे बहुत पसंद आया क्योंकि वह बहुत जिम्मेदार और सहनशील लड़का है.
उनकी यात्रा में वह अपनी बहन की देखभाल अच्छी तरह से करता है. ഈ കഥയിലെ ചേട്ടൻ എന്ന കഥാപാത്രത്തെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കാരണം വളരെ റെസ്പോൺസിബിളും ഭയങ്കര ടോളറൻറ്റുമായിട്ടുള്ള ഒരു കുട്ടിയാണ്. ഈ ചേട്ടൻ്റെയും അനിയത്തിയുടെയും യാത്രയിൽ ചേട്ടൻ അനിയത്തിയെ വളരെ നന്നായിട്ട് നോക്കുന്നുണ്ട്. അടുത്തൊരു ക്വസ്റ്റ്യനും കൂടി കൊടുത്തിട്ടുണ്ട്. കഹാനി കെ ഭായ് കെ ചരിത്ര പർ ടിപ്പണി ലിഖേ. ഈ ചേട്ടൻ എന്ന കഥാപാത്രത്തിന്റെ ഒരു ക്യാരക്ടർ സ്കെച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം ഒരു ഹെഡിങ് കൊടുക്കണം. സാഹസി ഓർ ജിമ്മേദാർ ഭായ്, റെസ്പോൺസിബിളും ബ്രേവും ആയിട്ടുള്ള ചേട്ടൻ. मंगलेश दबराल का लिखा हुआ घर पेड़ और तारे की याद कहानी का मुख्य पात्र है भाई. മംഗലേഷ് ദബ്രാൽ എഴുതിയിട്ടുള്ള ഘർ പേഡ് ഓർ താരേ കി യാദ് എന്ന ലെസന്റെ മെയിൻ ക്യാരക്ടറാണ് ഭായ്, അതായത് ചേട്ടൻ. ഉസ്കി ഏക് ബഹൻ ഭി ഹൈ, അവനൊരു അനിയത്തിയുണ്ട്. കാരണം വേ ദോനോ അപ്നെ മാതാപിതാ സെ അലഗ് ഹോ ഗയെ. ഇതേ തുടർന്ന് അവരവരുടെ അച്ഛനും അമ്മയിൽ നിന്ന് അകന്നുപോയി. സാഹസ്, ധൈര്യ और ആത്മവിശ്വാസ് रखने वाला एक पात्र है. എന്ന് പറയുന്ന കഥാപാത്രം വളരെ പേഷ്യന്റും ആത്മവിശ്വാസം ഉള്ളതുമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. വഹ് അത്യന്ത് സഹൻശീൽ और പ്രേരണാദായക് നേതൃത്വ വാല ഭി ഹൈ. അവൻ വളരെ ടോളറന്റും ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു ലീഡറുമാണ്. छोटी बहन की देखभाल बहुत अच्छी तरह से करता है. അവൻ അവന്റെ അനിയത്തിയെ വളരെ നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, നോക്കുന്നുണ്ട്. സുരക്ഷിത് रखने की कोशिश करता है. ആ പെടൊന്നും പറ്റാതെ സേഫ് ആക്കി വെക്കാൻ അവൻ ശ്രമിക്കുന്നുണ്ട്. कठिन रास्तों पर भी उसका धैर्य और हिम्मत झलकता नहीं. ബുദ്ധിമുട്ടുള്ള വഴികളിൽ കൂടിയാണ് അവർ പോണതെങ്കിലും അവന്റെ പേഷ്യൻസോ ധൈര്യമോ ഒന്നും കുറയുന്നില്ല. അടുത്തത് ഇൻ വാക്യോं के रेखांकित शब्दों पर ध्यान दें. ഈ സെന്റൻസസിൽ അണ്ടർലൈൻ ചെയ്തിട്ടുള്ള വേർഡ്സ് ശ്രദ്ധിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം നമുക്ക് സെന്റൻസസ് വായിക്കാം. മേ തുംഹേ ലേ ജാവുങ്ക. ഇതിൽ ജാവുങ്ക എന്നാണ് അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത്. എൻ്റെ അർത്ഥം ഞാൻ നിന്നെ കൊണ്ടുപോകും എന്നാണ്. അടുത്തത് തും അപ്നാ ഘർ കേസെ പെഹചാനോഗെ. നീ നിന്റെ വീട് എങ്ങനെയാണ് തിരിച്ചറിയുക? ഇതിൽ പെഹചാനോഗെ എന്നാണ് അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത്. ഹം കിസി തര പഹുഞ്ച് ജായെങ്കെ. ഞങ്ങൾ ഏത് വിധേനയും എത്തിച്ചേരും. ഇതിൽ ജായെങ്കെ എന്നാണ് അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത്. അടുത്തത് കഭി ന കഭി ഘർ മിൽ ഹി ജായേഗ. എപ്പോഴായാലും വീട് എത്തുക തന്നെ ചെയ്യും, വീട് കിട്ടുക തന്നെ ചെയ്യുന്നതാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതായത് ഡയറക്റ്റ് മീനിങ് വീട് കിട്ടുക തന്നെ ചെയ്യുന്നതാണ്, പക്ഷെ അതിൻ്റെ ശരിക്കുള്ള അർത്ഥം വീടെത്തുക തന്നെ ചെയ്യും. ഇതിൽ ജായേഗ എന്നാണ് അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത്. അടുത്തത് പേട് കി ബീച്ച് സെ താര ദിഖായി ദേഗ. മരത്തിന്റെ ചില്ലകൾക്കിടയിലൂടെ നക്ഷത്രം കാണും. ഇതിൽ ദേഗ എന്നാണ് അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത്. അടുത്തത് വഹ് ഭാഷ സുനായി ദേഗി. ആ ഭാഷ കേൾക്കും. ഇതിൽ ദേഗി ആണ് അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത്. ഇതിൽ ഈ അണ്ടർലൈൻ ചെയ്തിട്ടുള്ള വേർഡ്സ് ഒക്കെ ഫ്യൂച്ചർ ടെൻസിലുള്ളതാണ്. മേ തുംഹേ ലേ ജാവുങ്ക, ഞാൻ നിന്നെ കൊണ്ടുപോകും. കൊണ്ടുപോകുന്നുള്ളത് ഫ്യൂച്ചർ ടെൻസിലുള്ളതല്ലേ, അപ്പോൾ എല്ലാം ഫ്യൂച്ചർ ടെൻസിലുള്ളതാണ് അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത്. വേറൊരു ക്വസ്റ്റ്യനും കൂടി കൊടുത്തിട്ടുണ്ട്. ബതായി രേഖാങ്കിത് ശബ്ദോं का संबंध वाक्य के किस शब्द से है. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി ഡിസ്കസ് ചെയ്തു, ഫ്യൂച്ചർ ടെൻസിലുള്ളതാണ്. ഇനി ഈ സെൻറ്റൻസിലെ വേറെ ഏത് വേർഡുമായിട്ടാണ് ഈ അണ്ടർലൈൻ ചെയ്ത വേർഡിന് ബന്ധമുള്ളത്? സബ്ജക്റ്റുമായിട്ടാണ് ബന്ധമുള്ളത്. സബ്ജക്റ്റ് മാറുമ്പോൾ ഈ ലാസ്റ്റുള്ള വേർഡും മാറും. മേ വരുമ്പോൾ ക്രിയാധാതു പ്ലസ് ഊങ്ക ആണ് വരിക. അത് പുല്ലിംഗാണെങ്കിൽ, സ്ത്രീലിംഗാണെങ്കിൽ ഊങ്കി വരും. ജാന ഒരു ക്രിയയാണ്, പോകുക എന്നുള്ളതൊരു ക്രിയയാണ്, ഒരു വേർബാണ് അല്ലേ. ജാന എന്നുള്ളതിൻ്റെ ധാതുരൂപം ഇവിടെ കൊടുത്തിരിക്കുന്നത് ജാ എന്നാണ്. ജാ പ്ലസ് ഊങ്ക ജാവുങ്ക ആണ്. അപ്പോൾ അത് സ്ത്രീലിംഗാണെങ്കിൽ ജാവുങ്കി വരും. മേ വരുമ്പോൾ അങ്ങനെയാണ് വരിക. തും വരുമ്പോൾ ക്രിയാധാതു പ്ലസ് ഓഗെ. അത് പുല്ലിംഗാണെങ്കിൽ ക്രിയാധാതു പ്ലസ് ഓഗെ, സ്ത്രീലിംഗാണെങ്കിൽ ക്രിയാധാതു പ്ലസ് ഓഗി. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. പെഹചാനോഗെ, പെഹചാനോഗി. തും വരുമ്പോൾ. പിന്നെ കർത്ത പ്ലൂറൽ ആണെങ്കിൽ, കർത്ത എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് ആണ്, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ക്രിയാധാതു പ്ലസ് ഏങ്കെ, അത് പുല്ലിംഗാണെങ്കിൽ. പഹുഞ്ചേങ്കെ, ജായേങ്കെ ഒക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ക്രിയാധാതു പ്ലസ് ഏങ്കെ. അത് സ്ത്രീലിംഗാണെങ്കിൽ ഏങ്കി. പഹുഞ്ചേങ്കി, പക്ഷിയാൻ കേസെ പഹുഞ്ചേങ്കി എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് സ്ത്രീലിംഗാണ്, ഏങ്കി ആണ് പറഞ്ഞത്. പ്ലൂറൽ വരുമ്പോൾ അങ്ങനെയാണ്. സിംഗുലർ തന്നെ വരുമ്പോൾ ഹി ഷീ അങ്ങനെയൊക്കെ വരുമ്പോൾ ക്രിയാധാതു പ്ലസ് ഏകി. സ്ത്രീലിംഗാണെങ്കിൽ ക്രിയാധാതു പ്ലസ് ഏകി, പുല്ലിംഗാണെങ്കിൽ ക്രിയാധാതു പ്ലസ് ഏക.
ഇതിൽ ദേഗി ദേഗ ഒക്കെ ഉണ്ടല്ലേ, അതൊക്കെ ക്രിയാധാതു പ്ലസ് ഏകി ഏക ആണ്. ഇപ്പൊ ജാന ആണ് ക്രിയയെങ്കിൽ ജായേഗി ജായേഗ, ആണ് ക്രിയയെങ്കിൽ പഹഞ്ചേക പഹഞ്ചേഗി എന്നൊക്കെയാണ് വരിക. അടുത്ത ലെസണുമായി ഞാൻ അടുത്ത വീഡിയോയിൽ വരും വരെ ബൈ. സ്നേഹപൂർവ്വം മാളവിക.